നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. 90 ഹെർട്സ് റീഫ്രഷ് റേറ്റുള്ളൊരു ഡിസ്പ്ലേ, 1 മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ആകുന്ന ബാറ്ററി, പിന്നെ നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളുമായിട്ട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഗെയിമിംഗ് പെർഫോമൻസ്, ഇതൊന്നും കൂടാതെ 5 ക്യാമറയും. ഇത്രയും സംഭവങ്ങളൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. നമ്മളിന്ന് പറയാൻ പോകുന്നത് റിയൽമി 6നെ പറ്റിയാണ്. റിയൽമിയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് റിയൽമി 6. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഗെയിം ചേഞ്ചറെന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ റിയൽമിയുടെ 6 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ വേരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ 4GB റാമുള്ളൊരു വേരിയൻ്റ് ഉണ്ട്, 6GB റാമുള്ള വേരിയൻ്റ് ഉണ്ട്, കൂടാതെ 8GB റാമുള്ള വേരിയൻ്റ് ഉണ്ട്. സ്റ്റോറേജ് ഓപ്ഷൻസ് വരുന്നത് 2 64GBയും 128GBയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് റിയൽമി 6ൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി 6ൻ്റെ പ്രൊഡക്റ്റ് പാക്കേജ്. പുറകിൽ നോക്കുകയാണെങ്കിൽ ഹൈലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ്, പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. 90 ഹെർട്സ് സ്മൂത്ത് IPS LCD ഡിസ്പ്ലേ ആണുള്ളത്. ബഡ്ജറ്റ് സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് ഒരു 90 ഹെർട്സ് ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഇതിൽ 30 വാട്ട്സ് ഫ്ലാഷ് ചാർജിങ് ആണുള്ളത്. 4300 mAh ബാറ്ററിയാണ് ഈ ഡിവൈസിൽ നൽകിയിരിക്കുന്നത്. 64 MB ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിലുള്ളത്. ഇതിലൊരു അൾട്രാ വൈഡ് ലെൻസും ഉണ്ട്. ഹീലിയോ G90T പ്രോസസ്സറാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണിത്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളർ നൽകിയിട്ടുണ്ട്, കൊമറ്റ് വൈറ്റ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 8GB റാം 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ സീൽ ബ്രേക്ക് ചെയ്ത് നോക്കാം. ഈ ബോക്സിനുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നല്ല ടൈറ്റ് പാക്കേജിംഗ് ആണ്, തുറക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഹേയ്, വെൽക്കം ടു റിയൽമി ഫാമിലി. ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഗൈഡാണുള്ളത്, പിന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡുണ്ട്. ഇതുകൂടാതെ ഒരു ട്രാൻസ്പെറൻറ്റ് TPU കേസ്, ഒരു ബ്ലാക്ക് ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ സ്മാർട്ട് ഫോണാണ്. സ്മാർട്ട് ഫോൺ റിയൽമി 6 കൊമറ്റ് വൈറ്റ് കളറുള്ള സ്മാർട്ട് ഫോണാണിത്. ഡിവൈസ് കാണാൻ വളരെ ഇംപ്രസീവ് ലുക്കാണ്. ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്, എന്നാൽ പോലും ഒരു ഗ്ലാസ് ഫിനിഷിൻ്റെ ഒരു ഫീലാണ് നമുക്ക് നൽകുന്നത്. സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഒരു ഹെഡ്ഫോൺ ജാക്ക് കാണാം, മൈക്രോഫോൺ ഹോളുണ്ട്, പിന്നെ ഒരു Type-C പോർട്ടാണുള്ളത്, പിന്നുള്ളത് സ്പീക്കർ ഗ്രില്ലാണ്. സൈഡിൽ നോക്കുകയാണെങ്കിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ളൊരു ഫിംഗർ പ്രിൻ്റാണ്. നിങ്ങൾക്ക് തമ്പ് ഈസിലി റീച്ച് ചെയ്യാവുന്ന രീതിയിൽ ഉള്ളൊരു സെറ്റപ്പാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വോളിയം റോക്കേഴ്സ് കാണാം. മുകളിലൊരു സിം ട്രേ ഉണ്ട്, അത് നമുക്കൊന്ന് ഇജക്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ തന്നെയാണ് സിം ട്രേയും വന്നത്. ആദ്യം നമ്മൾ എടുത്ത് മാറ്റിയ സാധനത്തിനകത്ത് അത് ഞാൻ എടുക്കാൻ മറന്നുപോയതാണ്. ഇതാണ് എൻ്റെ സിം ട്രേ. നാനോ സിം ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നാനോ സിം സ്ലോട്ടാണ്, പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള SD കാർഡ് സ്ലോട്ടും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഡിവൈസിൻ്റെ ഓവർവ്യൂ തരാനുള്ളത്. ഇനി നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഡിവൈസ് ബൂട്ട് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ എന്തൊക്കെയാണ് ഈ ബോക്സിലുള്ളതെന്നൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഇതിൽ 30 വാട്ട്സ് വൂക്ക് ഫ്ലാഷ് ചാർജാണ് നൽകിയിരിക്കുന്നത്. 5V 2A ഓർ 5V 6A ആണ് ഇതിൽ ഔട്ട്പുട്ട് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ ഉള്ളത് ഇവരുടെ USB A to Type-C ചാർജിങ് കേബിളാണ്. ഇത് സൂപ്പർ വൂക്ക് സപ്പോർട്ടഡ് ആയിട്ടുള്ള കേബിളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബോക്സിലുള്ളത്. അപ്പോൾ അൺബോക്സിങ് കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ ഞാൻ തരാം. ഇത് പോളികാർബണേറ്റ് ബാക്കാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഫിനിഷ് തോന്നിക്കുമെങ്കിൽ പോലും സംഭവം പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് ആണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഒരു വെള്ള കളറാണ്, ഒരു കൊമറ്റ് ഡിസൈനാണ് അവർ നൽകിയിരിക്കുന്നത്. ഈ ചാർജിങ് ബോർഡിൻ്റെ ആ സൈഡിൽ നിന്ന് മുകളിലേക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ പോകുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് തന്നെ പറയാം. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറുമാണ്, വൈറ്റ്, പ്യുവർ വൈറ്റ് ആണ്. ഇതിലേക്ക് വെട്ടടിക്കുമ്പം ഇതിനൊരു പ്രീമിയം ഫീൽ തന്നെ നൽകുന്നുണ്ട്. പിന്നെ ഡിസൈൻ ആസ്പെക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സൈഡിൽ റിയൽമിയുടെ ഒരു ബ്രാൻഡിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ക്യാമറയുടെ സൈഡിൽ ടെക്സ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 191 ഗ്രാമാണ്. സൈഡിലെല്ലാം റൗണ്ടഡ് എഡ്ജസ് ആണ്, അതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയാം. ഇതൊരു 6.5 ഇഞ്ച് ഫുൾ HD+ LCD IPS ഡിസ്പ്ലേ ആണ്. ഇതിൽ 90 ഹെർട്സ് ആണ് ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ മുകളിൽ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ച് ഹോളിലൂടെ ക്യാമറ കാണാൻ സാധിക്കും. ഇതിൻ്റെ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 1080x2400 പിക്സൽസ് ആണ്. 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. 405 പിക്സൽസ് പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇതിൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 ആണ്. 408 ആണ് സ്ക്രീനിൻ്റെ നിറ്റ് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ആസ്പെക്റ്റിനെ പറ്റി സംസാരിക്കാം. ഇത് ആൻഡ്രോയിഡ് 10 റൺ ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. റിയൽമി UI ആണ് ഇതിൽ റൺ ചെയ്യുന്നത്. UI ഓവറോൾ അടിപൊളിയാണ്, കാണാനൊക്കെ നല്ല രസമാണ്, ഡിസൈൻ വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് തന്നെ പറയാം. പക്ഷേ ഇതിൽ ഫേസ് ചെയ്യുന്നൊരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ ബ്ലോട്ട് വെയേഴ്സ് ആണ്. സോഫ്റ്റ്വെയർസ് പ്രീ ആഡഡ് ആയിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഓക്കെ, അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നുള്ളൂ. എന്നാൽ പോലും നമ്മളിപ്പോൾ ചില ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ ഡൺ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണുന്നൊരു സ്ക്രീൻ ഉണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കയറി വരാറുണ്ട്. ആക്ച്വലി ഇത്തരം ബഡ്ജറ്റ് ഡിവൈസിൽ അവർക്ക് അവരുടേതായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യണം. ഇത്ര വില കുറച്ച് സ്മാർട്ട് ഫോൺസ് ഇറക്കുമ്പം പരസ്യം ഇടുന്നതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷേ അതൊന്ന് ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇടുവാണെങ്കിൽ, കാരണം ചിലർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർ അതുമായിട്ട് ഓക്കെയാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാം. ഇതിൽ MediaTek പ്രോസസ്സറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. MediaTek MT6785 Helio G90T എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിലുള്ളത്. ഒക്ടാകോർ പ്രോസസ്സറാണ്. അതുകൂടാതെ മാലി G76 MC4 ആണ് ഇതിലെ GPU വരുന്നത്. നല്ല അത്യുഗ്രൻ പെർഫോമൻസ് ആണ് ഈ സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. ഞാൻ കുറച്ച് ഗെയിംസ് ഒക്കെ ഇതിൽ ട്രൈ ചെയ്തു, കിടിലനാണെന്ന് തന്നെ പറയാം. എനിക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല. നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് ഈ ഡിവൈസ് കാഴ്ചവെച്ചത്. ഇനി നമുക്ക് ഈ ഡിവൈസിൻ്റെ ക്യാമറയെ പറ്റി സംസാരിക്കാം. ഇതിലൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ക്യാമറ 64 മെഗാ പിക്സലാണ്. ഇതിൻ്റെ അപ്പർച്ചർ എന്ന് പറയുന്നത് 1.8 ആണ്. പിന്നെ ഉള്ളതൊരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയാണ്. ഇതിൻ്റെ അപ്പർച്ചർ f2.3 ആണ് വരുന്നത്. പിന്നെ ഒരു മാക്രോ ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2 മെഗാ പിക്സലാണ്. അപ്പർച്ചർ 2.4 ആണ് വരുന്നത്. പിന്നെ ഉള്ളത് ഒരു 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസിങ് ക്യാമറയാണ്. അതിൻ്റെ അപ്പർച്ചർ എന്ന് പറയുന്നത് f2.4 ആണ്. ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് കേപ്പബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 4K 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഫുൾ HD 30 FPS അല്ലെങ്കിൽ 60 FPS അതും അല്ലെങ്കിൽ 120 FPSലും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഗൈറോസ്കോപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി സെൽഫി ക്യാമറയെ പറ്റി പറയാം. ഇത് 16 മെഗാ പിക്സൽ ഷൂട്ടറാണ് ഫ്രണ്ടിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അപ്പർച്ചർ വാല്യൂ എന്ന് പറയുന്നത് f2.0 ആണ്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് ഫുൾ HD 30 FPS വരെയാണ് മാക്സിമം ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് ചെക്ക് ചെയ്യാം. എനിക്ക് അധികം ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ഇവിടെ മൊത്തം ലോക്ക്ഡൗൺ ആണ്, പുറത്തോട്ടൊന്നും ഇറങ്ങരുതെന്നാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. എന്തായാലും എടുത്ത ഷോട്ട്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ബാറ്ററി പെർഫോമൻസിനെ പറ്റി പറയാം. ഇതിലൊരു 4300 mAh ഉള്ള ലിത്തിയം പോളിമർ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 30 വാട്ട്സ് ആണ് ഫാസ്റ്റ് ചാർജിങ്. അതായത് 55 മിനിറ്റിൽ നിങ്ങൾക്ക് ഇത് 0 to 100 ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന 30 വാട്ട്സ് വൂക്ക് ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഡീസൻറ്റ് ബാക്കപ്പ് ഉണ്ടെന്ന് തന്നെ പറയാം. 4300 mAh എന്ന് പറയുമ്പോൾ അറിയാം നിങ്ങൾക്ക്, ഒരു ഹാർഡ് കോർ യൂസർ ആണെങ്കിൽ പോലും ഒരു ദിവസം ഈസി ആയിട്ട് ലാസ്റ്റ് ചെയ്യും. സാധാരണ യൂസർ ആണെങ്കിൽ ഒരു 1.5 ദിവസം 2 ദിവസമൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് റിയൽമി 6നെ പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മേന്മകളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. വാല്യൂ ടു പെർഫോമൻസ് റേഷ്യോ വളരെ മികച്ചതാണ്. ഈ 13,000 രൂപയുടെ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് അത്യുഗ്രൻ എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെയുള്ളത് മികച്ച ബാറ്ററി ലൈഫാണ്. 4300 mAh ബാറ്ററി അതിൻ്റേതായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ റിയൽമി UI അതിൻ്റേതായിട്ടുള്ള ബ്യൂട്ടിഫിക്കേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്, നല്ല ബ്യൂട്ടിഫുൾ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് തികച്ചും ഒരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് തന്നെയാണ്. ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു. എന്തായാലും Redmi Note 9 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അതിലും മികച്ച ഫോൺ എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമി 6. പിന്നെ എനിക്കിതിൽ ആകെ പോരായ്മകളെന്ന് തോന്നിയത് ഇതിൽ ബ്ലോട്ട് വയേഴ്സ് ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈസിലി അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ബട്ട് ചില സ്ഥലങ്ങളിൽ അഡ്വർടൈസ്മെൻറ്റ്സ് കാണുന്നുണ്ട്. പോട്ടെ, അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ Redmi Note 9 കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ IR ബ്ലാസ്റ്റർ ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ബാക്കാണ് നൽകിയിരിക്കുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ബട്ട് പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ ഗ്ലാസ് ബാക്കും ഒക്കെ കൺസിഡർ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. കാരണം മറ്റേ ഡിവൈസ് കുറച്ചുകൂടെ പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. ഇത് പ്രീമിയം ഫീലാണ് തരുന്നതെങ്കിൽ പോലും നമ്മൾ കയ്യിലെടുക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും സംഭവം പ്ലാസ്റ്റിക്കാണ്. അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ഫോണിൻ്റെ ഏറ്റവും ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 13,999 രൂപയാണ്. അത് 4GB RAM 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ആണ്. അപ്പോൾ ഒരു ഇൻസൈൻ പ്രൈസിംഗ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇത്രയും എമൗണ്ടിന് ഇത്രയും അധികം ഫീച്ചേഴ്സ് നൽകുന്ന ഒരു കിടിലൻ ഫോൺ തന്നെയാണ് റിയൽമി 6. ഇപ്പോൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നിങ്ങൾ ഫോൺ മേടിക്കാൻ നോക്കിയിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാം. കണ്ണോടിച്ച് മേടിക്കാൻ പറ്റിയൊരു ഡിവൈസ് തന്നെയാണ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് റിയൽമി 6നെ പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക്കിലെ വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.